ഹലോ, എല്ലാവരും ഓടിപ്പോയി പെയിൻറ്റും ബ്രഷൊക്കെ എടുത്തുകൊണ്ട് പോയോ? നമുക്കൊരു മിനി പെയിൻറ്റിങ് വരച്ച് കളയാം. ഞാൻ ഈ ക്യാൻവാസ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർ ഒന്ന് പോയി കാണാൻ ശ്രമിക്കണം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതുപോലെ ചെയ്ത ഒരു ക്യാൻവാസിലാണ് ഇന്ന് ഞാൻ പടം വരയ്ക്കുന്നത്. എന്നും ഞാൻ പടം വരയ്ക്കുന്ന അതിൽ തന്നെ ഉണ്ടോ. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന പെയിൻറ്റ്സിൻ്റെ കളറ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വെച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ എൻ്റെ കയ്യിൽ എൻ്റെ ഇഷ്ടത്തിനുള്ള കളേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയാസിൽ കുറച്ചും കൂടി നല്ല കളേഴ്സൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ടൊരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ കളേഴ്സൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് ആരും ഇതൊന്നും ചെയ്യാതിരിക്കേണ്ട. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതുപോലെ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ്സാണ് ഞാൻ എൻ്റെ ഈ സീരീസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ വെറുതെ വീട്ടിൽ ഇരിക്കണ്ടല്ലോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ സ്വന്തം മുറിയിൽ ഇതുപോലെ നമ്മൾ വരച്ച കുറേ ക്യാൻവാസ് പെയിൻറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കുറേ പേരൊക്കെ കാശ് കൊടുത്ത് വാൾ സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനേലും കുറച്ചും കൂടി നല്ലതും ഭംഗിയും നമ്മുടെ സന്തോഷവും എനിക്ക് തോന്നുന്നത് നമ്മൾ ഓരോ സംഭവങ്ങൾ ചെയ്തിട്ട് നമ്മുടെ വാൾസിലൊക്കെ ഉണ്ടാക്കി ഇതുപോലെ പെയിൻറ്റ് ചെയ്തൊക്കെ വെക്കുമ്പോഴായിരിക്കും. അപ്പം ഞാൻ 2-3 പെയിൻറ്റിങ്സൊക്കെ കൂടി ആയിട്ട് എൻ്റെ വാൾസിൽ ഒട്ടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. 1-2 ആയിട്ടുണ്ടെങ്കിൽ ഒരു മീനെ ഉണ്ടാകത്തില്ല. കുറച്ച് കൂടുതലായാലേ ഇത്തിരി ഭംഗിയിലൊക്കെ നിൽക്കത്തുള്ളൂ, ഒരു എസ്തറ്റിക് ലുക്കൊക്കെ വരുള്ളൂ. അപ്പം ഞാൻ എന്തായാലും വാളിൽ ഒട്ടിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് വഴിയേ ഇടാം. ഇതിപ്പോൾ 4 പടമല്ലേ ആയിട്ടുള്ളൂ. ഒരു 5-6 8 ആയി കഴിയുമ്പോൾ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഈ പെയിൻറ്റിങ് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. 3 മിനിറ്റുള്ള വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. ഞാനിത് മാക്സിമം എല്ലാം കാണിച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ആർക്കും മനസ്സിലായില്ലെന്നൊന്നും പറയണ്ട, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനലിൽ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ഗീവ് അവേക്ക് ഓൺ ദ വേ ആണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവർക്കൊരു ഇതാകും. അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ ശ്രമിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇതൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കാതെ എന്തായാലും പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.